ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇത്രയും വില കൂടിയ മാല നിങ്ങളുടെ കഴുത്തിലിട്ട് തരാൻ ഓ ഇത് വേറൊന്നുമല്ല. കണിമംഗലത്തെ സമ്പത്ത് കൊള്ളയടിച്ച് ആറ്റുവാശ്ശേരിയിലെ കടവും ദാരിദ്ര്യം തീർക്കാൻ ഇവളെ കണ്ടുപിടിച്ച മാർഗം. പത്മിനി ഇതുവരെ കുളി കഴിഞ്ഞെത്തിയില്ലേ? ഊണ് കഴിക്കാൻ നേരമായല്ലോ. അല്ല, അമ്മ ഇപ്പൊ വരൂ വെച്ചാ വിളമ്പിക്കോളാൻ പറഞ്ഞു. ഓ, എന്നാ പിന്നെ വരൂ തിരുമേനി. തിരക്കില്ല, സാവകാശം മതി. ആ വരൂ, നമ്മുടെ കുടുംബമല്ലേ. വരൂ. രാധികെ, ഞാനും കൂടെ വിളമ്പാം. ഇരിക്കൂ തിരുമേനി. കൽപ്പനമോളും രാധികയും തമ്മിൽ നല്ല കൂട്ടാന്ന് തോന്നുന്നു. വേറെ എന്ത് കാര്യത്തില് രാധികയുടെ കൂട്ടുകൂടിയില്ലെങ്കിലും രാധികയുടെ പാചകത്തിന്റെ പേരില് ഞാൻ രാധികയുടെ കൂട്ടുകൂടി പോവും. അത്രയും നല്ല വിഭവങ്ങളല്ലേ എല്ലാം. ഇന്നാണെങ്കിൽ ഒരുപാട് സ്പെഷ്യലും ഉണ്ട്. കഴിക്കൂ തിരുമേനി. അയ്യോ, രണ്ടാളെയും കാത്തിരുന്ന് മുഷിപ്പിച്ചോ ഞാൻ? ഇല്ല. ഞാൻ യശോദയുടെ അടുത്തിരിക്കാം. അയ്യോ അയ്യോ, അയ്യോ, സോറി അമ്മ, സോറി. സാരമില്ല മോളെ. നോക്കി വിളമ്പണ്ടേ കൽപ്പനെ? ദേഹത്തൊക്കെ ആയോ യശോദേ? കൽപ്പനയുടെ പരിചയക്കുറവുണ്ടോ? ഒന്ന് ക്ഷമിച്ചേക്കണേ. നമ്മുടെ കുട്ടിയല്ലേ. എന്തു പറ്റി പത്മിനി? ബാക്കി സ്വർണ്ണമല്ലേ എവിടെയാ വെച്ചിരിക്കുന്നേ? എന്താ പത്മിനി, എന്താ നിനക്ക്? ഞാൻ ചോദിച്ചതിന്റെ അർത്ഥം ഇവിടെയുള്ള പലർക്കും അറിയാം. രാധിക ഷെൽഫിൽ നിന്നെടുത്ത സ്വർണത്തിന്റെ ബാക്കി എവിടെയാ വെച്ചിരിക്കുന്നേ? ഷെൽഫിൽ നിന്ന് സ്വർണ്ണം എടുത്തോ? ആരെടുത്തമ്മേ? ഷെൽഫിന്റെ താക്കോല് ഞാൻ നിന്നെയല്ലേ ഏൽപ്പിച്ചിരിക്കുന്നേ? ആ, അപ്പൊ ബാക്കിയുള്ള സ്വർണ്ണമൊക്കെ നീ എവിടെയാ വെച്ചിരിക്കുന്നേ?
താൻ എന്തൊക്കെയാടോ വിളിച്ചു പറയുന്നത്? ഏട്ടനോട് ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഷെൽഫിൽ നിന്ന് ആഭരണങ്ങൾ കാണാതായിട്ടുണ്ടെന്ന്? അതിന് ഇപ്പൊ ഇങ്ങനൊരു ചോദ്യത്തിന്റെ ആവശ്യം എന്താ? അതും ഇവരൊക്കെ വന്നിരിക്കുന്ന സമയത്ത്. തിരുമേനിയും ഭാര്യയും വന്നതുകൊണ്ടാ എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചത്. യശോദയുടെ കഴുത്തിൽ കിടക്കുന്ന മാല ഒന്ന് നോക്കിയേ. ഇത് കണിമംഗലത്തെ പരമ്പരാഗതമായ ആഭരണമല്ലേ? അക്കാര്യത്തിൽ ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും സംശയമുണ്ടോ? ഈ മാലയുടെ കാര്യമാണോ പറയുന്നത്? അതെ. ഇവിടുത്തെ നിലവറയിലെ ആഭരണങ്ങൾ കണ്ടാലേ ആർക്കും തിരിച്ചറിയാം. അമ്മയ്ക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നോക്കിക്കേ. ആഭരണം ഇവിടത്തേത് തന്നെയാണ്. സമ്മതിച്ചല്ലോ. ഏട്ടത്തെ ആഭരണങ്ങൾ കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞതല്ലേ ഇത് ഇവള് തന്നെ മോഷ്ടിച്ചതാണെന്ന്. ആ അമ്മയ്ക്കിത് വേണം. ഇവിടെ ഞങ്ങളെ കൊണ്ടായിട്ടും വിശ്വസിച്ച് താക്കോൽ കൂട്ട ഏൽപ്പിച്ചത് ഇവളെയാണല്ലോ. അപ്പൊ ഇവള് തന്നെ അമ്മയെ ചതിക്കണം. അമ്മ, നിങ്ങളിത് എന്തൊക്കെയാ പറയുന്നേ? അമ്മ താക്കോൽക്കൂട്ടന്റെ കൈ തന്നല്ലാതെ നിലവറയോ ഷെൽഫോ ഒന്നും ഞാൻ തുറന്നു പോലും നോക്കിയിട്ടില്ല. അയ്യോ, പിന്നെ നിന്റെ അമ്മയുടെ കഴുത്തിൽ ഈ മാല എങ്ങനെയാ വന്നത്? ഇവിടുത്തെ നിലവറയിൽ നിന്ന് പറന്നുപോയോ? നോക്കൂ, എനിക്ക് മാല ദേവേട്ടന്റെ അമ്മ തന്നതാ. ആര്? സുകുമാരി അമ്മയോ? അവരിത്ര കോടീശ്വരിയാണോ? ഇത്രയും വില കൂടിയ മാല നിങ്ങളുടെ കഴുത്തിലിട്ട് തരാൻ? ഓ, ഇത് വേറൊന്നുമല്ല. കണിമംഗലത്തെ സമ്പത്ത് കൊള്ളയടിച്ച് ആറ്റുവാശ്ശേരിയിലെ കടവും ദാരിദ്ര്യം തീർക്കാൻ ഇവളെ കണ്ടുപിടിച്ച മാർഗം. അങ്ങനെയൊന്നും പറയരുത്. എന്റെ മകള് കള്ളത്തരം കാണിക്കില്ല.